മോന് നോക്കൂലാന്ന്, മോള് മാത്രം നോക്കൂ. നമുക്ക് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ബേജാറ് മക്കൾ വീട്. അതെ, அதெல்லாம் நினையதில்லை நான். அந்த கஷ்டம் അൽപടി അമ്മ ചേരണ്ട. ಹಿಂಗೆಲ್ಲ ಅಳ್ಬಾರ್ದು. ಏನ ಕಳ್ಸಿದ್ದೀರಾ? ಅದೇ ಅವ್ರು ನೆನೆದಾಗ ನಾನು ತುಂಬ ಜಾಸ್ತಿ ಯಾರನ್ನ ಮಗನ್ನ ನೆನ್ಸ್ಕೊಂಡ್ರೇನಾ? ಮೋನೆ ಹೊಳ್ಕೊಂಡ್ ಗರ್ಚಲಿ ಬಿಡು. ಏನಾಗಿದ್ ಮಗಂಗೆ? ಹೆಂಗ್ ತೀರ್ಕೊಂಡು ಹೋಗಿಲ್ಲ? അമ്മച്ചോടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചേ. ക്രിസ്മസ് ദേവത കെടുത്തതാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇല്ലാത്ത മനുഷ്യർ ഭൂമിയിൽ വളരെ കുറവായിരിക്കും. കോടാനുകോടി ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഈ ഭൂമിയിൽ ചിലരുടെ സ്വപ്നങ്ങൾ വളരെ വലുതായിരിക്കും. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ചിലരുടെ സ്വപ്നങ്ങൾ, ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്ന ചില മനുഷ്യരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ വളരെ ചെറുതായിരിക്കും. അതെല്ലാം ഒന്ന് സാധിച്ചു കൊടുക്കാൻ സാധിച്ചാൽ എത്ര രസകരമായിരിക്കും ഈ ഭൂമിയിലെ ജീവിതം. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ അവരെ കാണുന്നു, കേൾക്കുന്നു, അവരുടെ സുഖ സന്തോഷങ്ങൾ പങ്കിടുന്നു, അവരുടെ കൊച്ചു സ്വപ്നങ്ങൾ ചോദിച്ചറിയുന്നു, അത് സാധിച്ചു കൊടുക്കുന്നു. സംതിങ് വണ്ടർഫുൾ. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ക്രിസ്മസ് നാളിൽ ഞങ്ങളുടെ കൂട്ടുകാരികളായ അൻസുവും നയനയും ആരാലും അറിയപ്പെടാതെ പോകുന്ന ചില സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്ര നിങ്ങളെയും കൂട്ടി മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഒന്നും കാണുന്നില്ല, എന്ത് ചെയ്യാനാടി? നമുക്കിതിലൊന്നും കിട്ടില്ല. നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചാലോ? ചേട്ടാ, ഈ ഭീകരപ്പെട്ടിക്ക് പോകുന്ന വഴി എങ്ങോട്ടാ? ಮಲಯಾಳಂ ಮನಸ್ಸಿನಾವಿಲ್ಲ, ಕನ್ನಡನೇ ചോദിച്ചേ. ಈ ಬೀಗರಪಟ್ಟಿ ಜಾಗ ಯಾವ್ದು? ಎಲ್ಲಿ ಯಾಕಡೆ? ಹಿಂಗೆ ಇಲ್ಲ, ಹತ್ರನಾ? ತುಂಬಾ ದೂರ ಇದೆಯಾ? ಗಾಡಿ ಹೋಗುತ್ತಾ? ಹೋಗುತ್ತದ? ಗಾಡಿ ಹೋಗಕ್ ಪರ್ಮಿಷನ್ ಇಲ್ಲ, ತುಂಬಾ ದೂರ. ಹೌದಾ? ಎಷ್ಟಾಗುತ್ತೆ? ಜಾಸ್ತಿ ಆಗತ್ತೆ ಬಂದ್ಬಿಟ್ಟು ಅಲ್ಲಿ ಹೋಗಕ್ಕೆ. 1000 ಮೇಲೆ ಆಗುತ್ತಾ? 1000 മൈൽ ಜಾಸ್ತಿ ಐತಿಯಾ? നಡ್ಕೊಂಡು ಹೋಗಕ್ಕಾಗಲ್ಲ? ಎಲ್ಲ നടന്നു പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും? ചേട്ടൻ പറഞ്ഞ കൊറേ ദൂരമുണ്ട്. അയ്യോ, ആ ചേട്ടൻ പറയുന്നത് എത്ര ദൂരമുണ്ട്, നമുക്ക് ഈ ഓട്ടോ വിടാന്ന്. പക്ഷെ ഭയങ്കര പൈസയാണെന്നാ പറയുന്നത്. 3000 രൂപയൊക്കെയാന്നാ പറയുന്നത്. ഇത്ര പൈസ റെഡി, പക്ഷെ ഭയങ്കര ദൂരമുണ്ട്. ഇപ്പൊ നമ്മൾ എങ്ങനെ പോകും? ഇനി വേറെ വല്ല വഴി? ഇങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല. ആ ചേട്ടനാണെങ്കിൽ അത്രയും ദൂരം പറയുന്നത്, എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ അൻസു, ഞങ്ങളുടെ രണ്ടുപേരും കോട്ടയത്തിനാ. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കാൻ, പിന്നെ എന്തേലും ആർക്കും പാവപ്പെട്ട ആൾക്കാർക്ക് എന്തേലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങള് ഭീകരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഭീകരപ്പെട്ടി എന്നൊരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്തൊരു സ്ഥലം എങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഓർക്കുന്നത്? എന്തേലും ഞങ്ങൾ ഇറങ്ങി, ഇനിയിപ്പം കണ്ടുപിടിച്ചിട്ടേ അടങ്ങും. അപ്പൊ ഞങ്ങൾ ഇനി പുറപ്പെടും അങ്ങോട്ട്, ഭീകരപ്പെട്ടി എന്ന സ്ഥലത്തേക്ക്. ആരുടെ അടുത്ത് വഴി ചോദിക്കും? എടി, അങ്ങാണ്ട് ഒരു ചേട്ടനെ കാണുന്നുണ്ടല്ലോ, നമുക്ക് പയ്യെ അങ്ങ് നടക്കാം. അറിയായിരിക്കും അല്ലേ സ്ഥലപ്പേര്? എന്തോ അടി, എന്തോ ഒരു പെട്ടിയാ. 2 പേർക്ക് പെട്ടി മാത്രമേ ഓർമ്മയുള്ളൂ. ഇതുണ്ടോ എന്നാ കല്ല, നോക്കി നടക്കാം. നമുക്ക് പയ്യെ നടക്കാം. ചേട്ടൻ പോയോടി? പയ്യെ നടക്കാം അല്ലേ? അയ്യോ എടി, എന്തോരാടുകളും, എന്ത് രസല്ലേ നടക്കാം. എടി, ഇതുണ്ടോടി? അയ്യോ, ഞാൻ മടുത്തടി.
ഇനി എത്ര ദൂരം പോണോ ഇതെന്നാ മുരുവാണോടി? ഞാൻ ഇതിനെടുക്കാം. അയ്യോ ഇത് ഓടിപ്പോവാ, കുഞ്ഞുങ്ങളെല്ലാം ഓടിപ്പോവാ. ഉണ്ട് ഇവിടെ വാ ബാ ബാ. കുഞ്ഞാടി എടുക്കാൻ പറ്റത്തില്ല ഇതിന്. കണ്ടോ ഓടിപ്പോവാ, കിട്ടുന്നില്ലടി. ആണ്ട് ഇത് കുടിക്കുന്നുണ്ടോ? ഹൈ നല്ല ഡ്രസ് ഉണ്ടല്ലേ ചേട്ടാ. ഈ ഭീകരപ്പെട്ടി പോകുന്ന സ്ഥലം ഏതാ? കർണാടക. എങ്ങോട്ടാ? അവിടെയാ? സീതം പോണോ? ആ അങ്ങോട്ട് പോവാൻ എടി. പക്ഷെ അവിടെ എല്ലാം കാടാണല്ലോ. ഇത് കൂടെ എങ്ങനെയല്ലേ പറഞ്ഞേ? ഇത് കൂടെ പോവാം. ആ ഇവിടെ എങ്ങനെ വഴി കാണുന്നുണ്ട്, നമുക്ക് പോവാം. എടി ഇത് കൂടെ എങ്ങനെ നമ്മൾ പോവാം? ഇങ്ങനെ നടക്കൂടി? ഇതാണോ വഴി? അതാണ് അത് കൂടെ. ഇപ്പുറത്തെല്ലാം വെള്ളം. എടി കൈ വിട്ടോ അടിക്കില്ല, രണ്ടുപേരും കൂടെ താഴെ കിടക്കും. ഞാൻ ചാടാവേ. എടി എനിക്ക് എന്താ പേടിയാവുന്നു. നീ ആദ്യം പൊക്കോ. എനിക്കിവിടെ പേടിയാ. എടി നീ ആദ്യം പോടി. എടി നമുക്കിത് കൂടെ പോവാം. ബാ. പക്ഷെ എനിക്ക് പേടിയാവുന്നു. എടി എനിക്ക് എന്തോ പേടിയാവുന്നു കേട്ടോ. എടി കൈ പിടിച്ച്. എടി കൈ പിടിച്ചാലും നമ്മൾ വീഴും. നമുക്ക് പയ്യെ നടക്കാം നമുക്ക്. എടി എനിക്ക് പേടിയാവുന്നു. എടി നീ തിരിച്ചു പോകണോ? ഞാനും വരാം. തിരിച്ചു പോവാം. നമുക്ക് ഈ വെള്ളത്തിനകത്ത് തന്നെ പോയാലോ? എടി നമ്മള് പക്ഷെ ഇത് കൂടെ എങ്ങനെ പോകും? പക്ഷെ നമ്മുടെ ഇത് കൂടെ എങ്ങനെ പോവും? നമുക്ക് ഷൂ ഇട്ട് നടന്നു പോവാ. ചേട്ടാ പോവല്ലേ? എടി നല്ല തണുപ്പ് വെള്ളത്തിന്. അവിടെ ഒരു കളവണ്ടി വരുന്നു. പെട്ടെന്ന് കയറുക. ചേട്ടാ നിക്ക്, ഞങ്ങളും വരുവാ. ചേട്ടാ നിക്ക്, പോവല്ലേ? ചേട്ടാ ഞങ്ങളും വരുവാ. ചേട്ടാ ഭീകരപ്പെട്ടി പോകുന്ന വഴി ഇതാണോ? നമുക്ക് കേറാം. ഭീകരപ്പെട്ടി. രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. അമ്മേ ആ ഇവിടെ രസമുണ്ട്. എല്ലാ സാധനം ഇതിനകത്തിട്ടാ കൊണ്ടുപോകുന്നത്. ഞങ്ങളുണ്ടല്ലോ ഭീകരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നേ. ഇവിടെ ഉണ്ടല്ലേ ഭീകരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി പാവപ്പെട്ട ജനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും അവിടെയാണ് എപ്പോഴും പോണേ. ഈ ചേട്ടന്റെ വീട്ടിൽ കൊറേ പശുക്കൾ കാണുമായിരിക്കല്ലേ? ഇങ്ങനെ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമോ? എല്ലാവരുടെ വീട്ടിൽ പശുക്കളുണ്ട്. ഇവിടെ ഇരിക്കണ്ട ചെമ്മരി അടക്കുണ്ട്. ഇതിന്റെ പ്രത്യേക ഒരു കൃഷി ചെയ്തോണ്ട് പിന്നെ പാലൊക്കെ വിട്ട് ജീവിക്കായിരിക്കല്ലേ ഇവരൊക്കെ? ചെമ്മരിയാട് കണ്ടായിരുന്നില്ല. പോട്ടെ പോട്ടെ. മോനും പുറകെ തിരിഞ്ഞു പിടിക്കാൻ റെക്കോർഡ് എടുത്തല്ല. ഇവർക്ക് എങ്ങനെ എല്ലാം ഫെസിലിറ്റി ഒക്കെ? എന്ത് ബുദ്ധിമുട്ടാടി. ഇവർക്കെല്ലാം ഫുൾ അസുഖമൊക്കെ ആയിരിക്കും അല്ലേ? നമ്മളാണെങ്കിൽ അത്രയും ദൂരം നിന്ന് വരികയും ചെയ്തു. എങ്ങനെ നമ്മൾ തിരിച്ചു വയ്ക്കടി? അതെടി എന്റെ പൊന്നെ, എന്ത് വൃത്തിയോടാടി ഇവിടെയൊക്കെ. ആന്റി അങ്ങോട്ട് എങ്ങനെ വരിക? അത് കൂടെയാ? എടി അവർക്ക് മനസ്സിലാകുന്ന കന്നഡ ചോദിക്കേ.
ಆಂಟಿ ಆ ಕಡೆ ಹೆಂಗ್ ಬರೋದು? ಆ ಕಡೆಯಿಂದ ಬರೋದಾ? ಸ್ಟ್ರೈಟು ಹೌದಾ? ಆ ಕಡೆಯಿಂದನಾ? ಸ್ಟ್ರೈಟ್ ಮೇಲೆ ಬಂದು ಆ ಕಡೆ ಬರೋದಾ? ಹಂಗೆ ಹಾ ಸರಿ. ಏನೇನು ಹೆಸರು? ಸಿಂಚನ ಬಾ, ಇಲ್ಲಿ ಚಾಕ್ಲೇಟ್ ಕೊಡ್ತೀನಿ. ಯಾವ ಸ್ಕೂಲು? ಹೋಗೋದಿಲ್ಲ? ಯಾಕೆ? ಹೌದಾ? ತಡಿ, ಇಲ್ಲಿ ಬಾ, ಚಾಕ್ಲೇಟ್ ಕೊಡ್ತೀನಿ. ಏನ್ ಹೆಸರು? ದೀಕ್ಷಿತಾ. ಹೋಗಲ್ಲ. ಹೋಗೋದಿಲ್ವಾ? ಇಲ್ಲೇ ಮನೇಲೆ. ചേച്ചി ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ಬೇಡ. ಹಾ ಎಷ್ಟು ಜನ? ಹೌದಾ? ಬಾ. ಏನೇನ್ ಹೆಸರು? ಏನೇನ್ ಹೆಸರು? ಇಲ್ಲಿ ಬಾ, ಇಲ್ಲಿ ಬಾ. ಏನೇನ್ ಹೆಸರು? ಹೆಸರು ಹೇಳು. ಓಯ್ ಹೋಗೋಣ ಬಾ. ಬತ್ತೀಯಾ? ಹಾ ಹೋಗೋಣ. ಬರುನಾ ಬಾ. ಚಾಕ್ಲೇಟ್ ಕೊಟ್ಟಿವಾ? ಅಲ್ಲಿ ನೋಡು, ಚಾಕ್ಲೇಟ್ ಕೊಟ್ಟಿವಾ? ചോക്ലേറ്റ് പോവാമ്മ വരുന്നു. ನೀನ್ ಎಷ್ಟನೇ ಕ್ಲಾಸು? 9ನೇ ಕ್ಲಾಸ್. ಎಲ್ಲಿ ಓದ್ತಿರೋದು? ಹೌದಾ? ಇದು ತಮ್ಮನಾ? ಹೌದಾ? ಅಣ್ಣನ ಮಗುನಾ? ಮತ್ತೆ ಹೋಗೋಣ? ಬರಲ್ಲ എന്ത് രസമല്ലേ പിള്ളേരെല്ലാം. എല്ലാം പീക്കരി പിള്ളേരാ. ഇതെന്തോ കോഴികളൊക്കെ ആയിട്ട്. എന്റെ പൊന്നെ, ഇതെന്ത് ഇതല്ലേ? എല്ലാം കോഴിയും ഇതൊക്കെ ആയിട്ട്, ആടൊക്കെ ആയിട്ട് ഫുള്ള് ഒരുമാതിരി. എല്ലാ പ്രാണികളും ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം ഉണ്ട്. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നടി. എന്നാലും പിള്ളേരുണ്ടോ? കൊളന്തുണ്ടോ? മക്കളെല്ലാം എಲ್ಲಿದ್ದಾರೆ? ആന്റി ദാ ഇത് ക്രിസ്മസ് ഗിഫ്റ്റ്. ക്രിസ്മസ് വാവയുണ്ടോ അവിടെ? അവിടെ കൊടുത്തിട്ട് വന്നേന്ന്. അയ്യോ ಹೋಗೋಣ? ₹300? 4? ಹೌದಾ? ആണോ? ಬಟ್ಟೆ ಕೊಡು. സാരില്ല. ಅಯ್ಯೋ ತಕ್ಕಡು ಕಟ್ಟೆ ಎತ್ಕೋ. ಬಿಡ್ಬಾರ್ದು ಮಗನ. ಎಷ್ಟನೇ ಕ್ಲಾಸ್ ನೀನು? ಕೊಡು. അയ്യോ എന്തായി കാണിക്കുന്നേ? എടി ഇതെന്താ ക്രിസ്മസ് സമ്മാനോ? ಏನಂತ ಗೊತ್ತಾಯ್ತಾ? ക്രിസ്മസ് ഗിഫ്റ്റ്. ക്രിസ്മസ് അയ്യോ നാണം വന്നു. അയ്യോ കാണിക്കുന്നു നോക്ക്. ಡ್ಯಾನ್ಸ್ ಬರುತ್ತಾ ನಿನಗೆ? ಡ್ಯಾನ್ಸ್ ಮಾಡ್ತೀಯಾ? ಡ್ಯಾನ್ಸ್ ಕಚ್ಚೆ ಇಲ್ಲ. ഇതെന്തല്ലേ?
ಈ ಕಡೆ ಹೋಗಕ್ಕೆ ಜಾಗ ಇದೆಯಾ? ಯಾಕೆ ಒಂಥರ ಭಯ ಆಗ್ತದೆ. ഇവർ ഇവിടെ താമസിക്കുന്നത്. ഇതൊരു ക്രിസ്ത്യൻസിന്റെ വീടാടി. മാതാവിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടോ അതിനകത്ത്? അല്ലേ? ഇവിടെ ആരും ഇല്ല. ಅಜ್ಜಿ ತಿಂಡಿ ಮಾಡಿದ್ರಾ? ಹೌದಾ? ಮತ್ತೆ ಕ್ರಿಸ್ಮಸ್ ಅಲ್ಲಿ ಎಲ್ಲಿ ತನಕ ಆಯ್ತು? ಕ್ರಿಸ್ಮಸ್ ಗಿಫ್ಟ್. ഇതെന്താ ഇങ്ങോട്ട് പോകണ്ടവാ? തിരിച്ചു പോവാം നമുക്ക്. ഇവിടെ വഴിയില്ല. അത് കൂടെ പോകാൻ പറ്റില്ല. തിരിച്ചു പോകാം. കുറച്ചൊക്കെ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വീടൊക്കെ പണിഞ്ഞിട്ട് വേണം. ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇതല്ലേ? ಕೂತ್ಕೊಳ್ಳಿ ಇಲ್ಲಿ. ನೀವು ಮಾತಾಡೋಣ, ಕೂತ್ಕೊಳ್ಳಿ. ಅಜ್ಜಿ ನಿಮ್ಮ ಹೆಸರು? ಹೆಸರು ಜೈಮೇರಿ. ಜೈಮೇರಿನಾ? ಎಷ್ಟು ಜನ ಮಕ್ಳಿದ್ದೀರಾ ನಿಮ್ಮ? 3. ನೀವು 3 ಜನ. 2 ಹೆಣ್ಣು ಮಕ್ಳು ಇದ್ರೆ ಒಬ್ಬಳು ತೀರ ಹೋಗ್ಬಿಟ್ಟ. ಇನ್ನೊಂದು ಹೆಣ್ಣು മക്കള്, ಒಂದು ಗಂಡು. 3 പിള്ളേരുണ്ടായിരുന്നു. ഒരു കൊച്ചു മരിച്ചുപോയി. 2 പേരും ಕಂಡಿರ್ತದೆ. ಈಗ ಈ ಮನೇಲಿ ಯಾರಿದ್ದಾರೆ? ನಿಮ್ ಜೊತೆಗೆ ಯಾರಿದ್ದಾರೆ? ನನ್ನ ಜೊತೆಗೆ ನಾನೇ. ನೀವ್ ಒಬ್ರೇನಾ? ಬೇರೆ ಯಾರು ಇಲ್ಲ? ಅಡಿಗೆ ಮಾಡೋದೆಲ್ಲ ನೀವೇನಾ? ನಾನು ಮಾಡಿ. ಏನ್ ತಿಂದ್ರಿ ಬೆಳಿಗ್ಗೆ? ಬೆಳಗ್ಗೆ ಅನ್ನ ಸಾರು ಮಾಡಿ. ചോറും കറി. ಯಾರು ನೋಡಕ್ಕಿಲ್ವಮ್ಮ ನಿಮಗೆ? ಮಗ ಯಾವ ಊರು? ಎಲ್ಲಿದ್ದಾರೆ? ಸ್ವಾಮಿಯರ್ಪಳೆ ಇದ್ದಾರೆ. ಅವ್ರ ಉದರಲ್ಲಿ ನಾವು ನೋಡಲ್ಲ. ಮಗಳು? ಮಗಳು ನೋಡ್ತಾರೆ. ಎಲ್ಲಿರೋದ್ ಮಗಳು? ಮಗಳು ಎಲ್ಲಿದ್ದಾರೆ? ಎಲ್ಲಿ ಇಲ್ಲೇ ಇದ್ದಾರ? മോന് നോക്കൂലാന്ന്, മോള് മാത്രം നോക്കൂ. ಮಂದಿ ಯಾಕೆ ಬೇಜಾರೇಕೆ? ಬೇಜಾರೇಕೆ? ಇದು ಅಡಿಗೆ ಮಾಡಕ್ಕೆಲ್ಲ ಯಾರು ವಸ್ತುಗಳು ತಂದು ಕೊಡ್ತಾರೆ? ಅದು ನಾನೇ. ಅವ್ರಿಗೆ ಕೊಡ್ತಾರೆ, ಸುಮ್ಮನೆ ಕೊಡ್ತಾರೆ. ಯಾರು ಕೊಡ್ತಾರೆ? ಯಾರಾದ್ರೂ ಕೊಡ್ತಾರೆ. ಆದ್ರೂ ಕೊಡ್ತಾರೆ. ಹೆಲ್ಪ್ ചെയ്യുന്നല്ലേ? ಯಾರಿಗೂ ತೊಂದರೆ ನಾನು ಕೊಡಲ್ಲ. ಅಡುಗೆ ಮಾಡಿ ದೇವ್ರು ಪಾಕ ಪೋಸ ದಿನ ಪೋಸ್ಕೊ. ദിന പൂജക്ക് ಹೋಗ್ತೀರಾ? പിള്ളേരാരും ആരും നോക്കുന്നില്ല. മോനൊന്നും മേടിച്ചു കൊടുക്കൂലെന്ന്. മോളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നല്ലേ? അച്ഛന്മാരാരെങ്കിലും എന്തെങ്കിലും തന്നാലാണ് ഫുഡൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ ಯಾರಿಗೂ ತೊಂದರೆ ಕೊಡಲ್ಲ. ತೊಂದರೆ ಕೊಡುವಿಲ್ಲ. ದೇವ್ರು ಕೊಟ್ಟದು ಅಷ್ಟಕ್ಕನ್ನ ಆರೋಗ್ಯ ಒಂದು ಮಗನಿಗೆ ദൈവം തന്നതിൽ ഒരു മോനെ എടുത്തു. അമ്മച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ബേജാർ ಮಾಡ್ಕೋಬೇಡ. അതെ. ಅದೆಲ್ಲ ನೆನೆಯೋದಿಲ್ಲ ನಾನು. ಅದು ಕಷ್ಟ. ಅಳ್ಬೇಡಿ. അമ്മച്ചി അറിയണ്ട. ಹಿಂಗೆಲ್ಲ ಅಳ್ಬಾರ್ದು. ಏನ ಕಳ್ತಿದ್ದೀರಾ? ಅದೇ. ಅದು ನೆನೆದಾಗ ನಾನು ಯಾರನ್ನ ಮಗನ್ನ ನೆನ್ಸ್ಕೊಂಡ್ರೇನಾ? മോനെ ഓർക്കുമ്പോൾ കരച്ചിൽ വരും. അമ്മച്ചിയുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചേ? ಕ್ರಿಸ್ಮಸ್ ದೇವ್ರು ಕಟ್ತಾರೆ. ಅವ್ರು ಕೊಡುವ ಸಾರಿಲೆ ಕಟ್ತೀನಿ. ನಾವು ಸತ್ರ ಅದೆಲ್ಲ ಇಟ್ಕೊಂಡೆ ಹೋಗ್ತೀನಿ. ಅಯ್ಯೋ, ಇಷ್ಟು ವರ್ಷ ಆಗಿದೆ. ದೇವ್ರ ಕಣ್ಣನ್ನು ಆಪರೇಷನ್ ಇಷ್ಟು ರೋಗ ಬಂದಲ್ಲಿ ಅವ್ರು ಕಾಪಾಡಿವ್ರಿ. ಎತ್ತಗಂಡ ಇರಗಂಡ ನಮ್ಗೆ ನಡೆಯಕ್ಕೆ ಸತ್ತು ಕಣ್ಣು ಬೆಳೆಸ್ತು ಕೊಡು. ಕಷ್ಟ ಇಲ್ಲದ ನೀನು ಕರೆದ್ರೆ ಬರಾಕ ರೆಡಿ. ಅವ್ರು ಹಾಕಿದ್ರೆ ನಾನು ಕೇಳೋದು ಆಸ್ತಿ ಕೇಳಲ್ಲ. ഇത്ര വർഷമായിട്ട് എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ എഴുന്നേറ്റ് നടക്കും. ഇനി കർത്താവിനെ വിളിച്ച ഞാൻ എന്ന് പോവാൻ റെഡിയാണ്. അങ്ങനെയല്ലേ? ನಿಮಗಿಲ್ಲ ಒಬ್ಬರೇ ಮಲಗಕ್ಕೆಲ್ಲ ಭಯ ಆಗಲ್ಲ? ಇಲ್ಲ, ಮಂಟ ಇರ್ತದಲ್ಲ ಮಣಿಕುವೆ ಭಯಲ್ಲ. അമ്മച്ചിക്ക് പേടിയാവില്ല. കട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് കട്ടിലുമൊക്കെ തന്നെ കിടന്നിട്ടാರಲ್ಲಮ್ಮ.
ದೇವ್ರಿದಾರಲ್ಲಮ್ಮ ಅದೇ ಇದ್ದಾರಲ್ಲ ನಮ್ಮ ಅಯ್ಯೋ ಅಮ್ಮಚ್ಚಿಗೆ ಒಂದೇ ಒಳ್ಳೊಂದು ಕಾಣಿಕೆ ನೋಕು ദൈവം ഇല്ലേ അതുകൊണ്ട് ശരി പേടിക്കണ്ട ಅವ್ರು ಸಾಕು ಇವ್ರೊಬ್ರು ಇದ್ರೆ ನನಗೆ ಸಾಕು. ಸಾಕು. അമ്മച്ചി എന്നും കൊന്തയ്ക്ക് വരുമായിരിക്കും അല്ലേ? എന്നും പള്ളി പോകുന്നു, എന്നും പള്ളി തന്നെ നടന്നു എന്നും പള്ളി പോകും. ഒരു ദിവസം പോലും കുർബാന മുടക്കില്ല. കൊടുക്കില്ല. അമ്മച്ചി ഞങ്ങളിവിടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാ. അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ വേണ്ടി. അമ്മച്ചിന്റെ മക്കളൊന്നും അങ്ങനെ മേടിച്ചു തരത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങിയതാ. എടി അമ്മച്ചിക്ക് മലയാളം മനസ്സിലാവില്ല. ಅಮ್ಮಚ್ಚಿ ಅವಳಿപ്പം ಅಮ್ಮಚ್ಚಿಗೆ പറഞ്ഞു ತരും. ಏನ್ ಗೊತ್ತಾ, ಈಗ ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬ ಅಲ್ವಾ, ಆಮಾ ಅದಕ್ಕೆ ನಿಮ್ದು ಏನ್ ಆಗ್ರಹ ಇದ್ರು, ನಿಮಗೆ ಏನಾದ್ರೂ ವಸ್ತುಗಳು ಬೇಕಾ, ಏನ್ ಬೇಕಂದ್ರೆ ನಮ್ಮ ಹತ್ರ ನೀವು ಹೇಳಿ. ಹಾ ನಿಮ್ ಮಕ್ಳು ಏನು ಕೊಡ್ಸಲ್ಲ ನಿಮಗೆ. ಆಮಾ ಇಲ್ಲ ಅದಕ್ಕೆ ನಿಮ್ದು ಏನಾದ್ರೂ ಆಸೆಗಳಿದ್ರೆ ನಾವು ಪೂರೈಸ್ಕೊಡ್ತೀವಿ. ನಾನು ಹೇಳ್ತೀನಿ ಅಮ್ಮ. ಖುಷಿನಾ ಈಗ? ಖುಷಿ ಅಯ್ಯೋ ಸಂತೋಷ ಖುಷಿ. ಕ್ರಿಸ್ಮಸ್ ಬಂದ್ರ ನಾನೇ ಬೆಳಗ ಪೋರ್ಸ್ಗೆ ಹೋಗೋದಿಲ್ಲ, ರಾತ್ರಿ ಪೋರ್ಸ್ಗೆ ಎಷ್ಟು ಚಳಿ ಎತ್ತಡಲಿ ಹೋಗ್ಬಿಡು. ಯಾಕೆ ಚೆನ್ನಾಗಿರುತ್ತಲ್ಲ ರಾತ್ರಿನೇ? ರಾತ್ರಿ ಪೂಜೆ ಏಸಪ್ಪ ಹುಟ್ಟಿ ಬರ್ತಾರಲ್ಲ ಅವಾಗ ನಂಗೆ ತುಂಬಾ ಖುಷಿ. ಅವ್ರನ್ನೆಲ್ಲ ಹೋಗಿ ಪಾದ್ರ ಕೈ ಹಿಡಿವೆ, ಶನಿ ಆತ್ಮಿ ಕ್ರಿಸ್ಮಸ್ ಅದರಿಂದ ಅವ್ರಿಗೆ ತುಂಬಾ ಇಷ್ಟ ಬಂದು ಪಾದ್ರನ ನಾನು ಎತ್ತಿ ಹೀಗೆ ಮಾಡಿಸ್ತೀನಿ. ಹೌದಾ? ಎತ್ತಿ ಸಾಮಾನಲ್ಲಿ ಬಂದು ನೀನು ಇಷ್ಟು ಚಳಿಲಿ ಬಂದು ಪೋರ್ಸ್ ಬಂದ್ಬಿಟ್ಟಲ್ಲ, ಬೆಳಗ ಬರ್ತಾರಲ್ಲ. അമ്മച്ചി എന്തോടി പറയുന്നത്? രാവിലെ കുർബാന ഉണ്ടായാൽ പോലും അമ്മച്ചി രാവിലെ കുർബാനയ്ക്ക് പോവില്ല, രാത്രിയേ പോവുള്ളൂ. രാത്രി ആ ഉണ്ണി തുറക്കുന്ന ഇതൊക്കെ കാണാൻ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും, കെട്ടിപ്പിടിക്കലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛന്മാര് ചോദിക്കുമെന്ന്, അമ്മച്ചി എന്തിനാ രാത്രി വരുന്നേ, രാവിലെ വന്നാ പോരെന്ന്. അപ്പൊ അമ്മച്ചി പറയും എനിക്ക് രാത്രി കുർബാന. അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം രാത്രി പോകുന്നല്ലേ? രാത്രി ചെളിയാകല്ല, എങ്ക ಹೋಗ್ತೀರಾ? ಅದರಿಂದ ನನ್ಗೆ ತುಂಬಾ ಇಷ್ಟ. ചെളിയിൽ തണുപ്പിലും പോകാൻ ഇഷ്ടം. തണുപ്പായാലും കുഴപ്പമില്ല. ದೇವ್ರಂದ್ರ എനിക്ക് ரொம்ப ಇಷ್ಟ. ನಿಮ್ದು ಆಸೆ ಏನ್ ಹೇಳಿ, ನಿಮ್ಗೆ ಏನ್ ಇಷ್ಟ? ನಿಮ್ಮ ಆಸೆ ಏನ್ ಬೇಕು ಕ್ರಿಸ್ಮಸ್? എന്താ വേണോന്ന്? ಹಬ್ಬ ಆಗಿ ಚೀಲ ಬೇಕು, ಸೀರೆ ಬೇಕಾ? ಒಟ್ಟಿಗೆ ಊಟ ಇರುತ್ತ. ಸೀರೆ ಏನಿಲ್ಲ, ಬೇರೆ ಸೀರೆ ಏನಿಲ್ಲ, ഉടുപ്പൊന്നുമില്ല അമ്മച്ചിക്ക് വേറെ? ಇಲ್ಲ ಅಳಸಿದ್ದಾರ, ಇದೊಂದೇ ಇರೋದು, ಬೇರೆ ಸೀರೆ ಇಲ್ಲ? ಅಳಸು എല്ലാ ഹളേ സീರೆ, എല്ലാ പഴയ. ಯಾರೊಬ್ರು ಕೊಟ್ರ ಎತ್ಕೊಂಡ್ಬಿಟ್ಟು ആരെങ്കിലും കൊടുത്താൽ മാത്രം സാരി ഉള്ളൂ. അമ്മച്ചിയുടെ ആഗ്രഹം, അമ്മച്ചിക്ക് ഒരു സാരി വേണം, സ്വെറ്റർ വേണം, പിന്നെ വയറു നിറച്ച് എന്തെങ്കിലും തിന്നാൻ കഴിക്കാൻ വേണം. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അമ്മച്ചിക്ക് അല്ലേ? അമ്മച്ചിയുടെ അടുത്ത് വേറെ സാരി ഒന്നും ഇല്ലാന്ന്. ആരെങ്കിലും സാരി കൊടുത്താലേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ പഴയ സാരി, ഇത് മാത്രമേ ഉള്ളൂ. ಬರ್ತೀರಾ ನಮ್ ಜೊತೆ? ಹೋಗೋಣ, സിറ്റിಗೆ ಹೋಗೋಣ. ಬರ್ತೀರಾ? അമ്മച്ചി ആയിരുന്ന ഞങ്ങളുടെ പുറത്തോട്ട് പോവാം. വരാൻ റെഡിയാണ്. വരാൻ റെഡി അമ്മച്ചി. ഇല്ലോടാ ഇഷ്ടപ്പെട്ടു, അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എടി അമ്മച്ചി ഇങ്ങനത്തെ സാരി നേരത്തെ കൊടുത്തിരുന്നോ ചോദിക്കാവോ? ಈ ತರ ಸೀರೆ ಮುಂಚೆ ಹುಟ್ಟಿದೀರಾ? ಈ ತರ ಸೀರೆ ಅಂತ ಕಲರ್ ഈ സാരി എടുത്ത് എവിടെ പോകാൻ ആഗ്രഹം? ನಿಮಗೆ ಈ ಸೀರೆ ಉಟ್ಕೊಂಡು ಎಲ್ಲಿ ಹೋಗ್ಬೇಕು ಇಷ್ಟ? ಎಲ್ಲಿಗೆ ಹೋಗ್ಬೇಕು ಫಸ್ಟ್? ಎಲ್ಲಿಗೆ ಹೋಗ್ಬೇಕು? ಊರಿಗೆ ಹೋಗಮ್ಮ, ದೇವಸ್ಥಾನಕ್ಕೆ ಪೂಜೆ ಆಗುತ್ತಲ್ವಾ, ആ ದೇವಸ್ಥಾನ ಪೂಜೆ ഇಟ್ಕೊಂಡು ಹೋಗ್ಬೇಕಂತ. അമ്മച്ചി പറയുന്നേ ഈ പുതിയ സാരി ഉടുത്തിട്ട് അമ്മച്ചിക്ക് നാട്ടിൽ പോണം, പള്ളിയിലൊക്കെ പോണെന്ന്. ആദ്യമായിട്ട് സാരി ഉടുക്കുമ്പോ പള്ളി പോണം. ಖುಷಿ ಆಯ್ತಾ? ಮೆಲ್ಲ ಹೇಳಿರಿ. ಖುಷಿ ಆಯ್ತು, ಖುಷಿ ಆಯ್ತು. ಚೆನ್ನಾಗದೆ. ಇದು ನಮ್ಮ ಕ್ರಿಸ್ಮಸ್ ಗಿಫ್ಟ್ ಅಮ್ಮಚ್ಚಿ ನಿಮಗೆ. ತುಂಬ ಥ್ಯಾಂಕ್ಸ್. ಸಂತೋಷ ಆಯ್ತಾ? ಸಂತೋಷ.
ತುಂಬಾ ಥ್ಯಾಂಕ್ಸ್. ಹ್ಯಾಪಿ ಕ್ರಿಸ್ಮಸ್. ನನಗೋಸ್ಕರ ಪ್ರೇಯರ್ ಮಾಡ್ಬೇಕಾಯ್ತಾ? ನಾನು ನಿಮಗೋಸ್ಕರ ಎಲ್ಲ ಅಮ್ಮಂದಿರಿಗೂ ಇಲ್ಲಿರೋ ಎಲ್ಲರಿಗೂ ಪ್ರೇಯರ್ ಮಾಡ್ತೀವಿ ನಾವಾಯ್ತಾ? ಎಲ್ಲದಕ್ಕೂ ಮಾಡಿ ನನಗೆ ಕೊಟ್ಟ ಖುಷಿ ನಾನು ഏറ്റവും ദೊಡ್ಡവർക്കെല്ലാം കൂടെ ಖುಷി ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. நான் மரியல்ல எல்லாருக்கும் நீங்களே இந்த அம்மாச்சிக்கு எவ்வளோ இது செஞ்சுக்கணும் அதற்கெல்லாம் ನೋಡಿ அவர்களுக்கு இது செய்யும். ಕ್ರಿಸ್ಮಸ್. ಅಪ್ಪ ಎಲ್ಲ ನಾ ಕೊಡ್ತೀನಿ ಏನು ಮುಟ್ಟಾಯಿ ಕೊಟ್ಟು. ಸರಿ ಅಜ್ಜಿ, ಮತ್ತೆ ಬರ್ತೀವಿ ಆಯ್ತಾ? ಸರಿ, ಬಾಯ್ ಬಾಯ್ ಬಾಯ್. പോയിട്ട് വരാട്ടോ.